ഈ നമ്മള് അങ്ങയുടെ ഭവനത്തിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ സൈഡില് വാളില് ക്രൈസ്റ്റിന്റെ പടം കണ്ടു. അതിൽ തന്നെ ക്രൈസ്റ്റിനൊരു മൂന്നാമത്തെ ഒരു കണ്ണ് അത് ആ ഒരു പടത്തിലും കണ്ടു. എന്താണ് അത് സിംബോളിക്കായിട്ട് വച്ചിരിക്കുന്നതിന് കാരണം? ബാലിജി പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ജീസസ് ക്രൈസ്റ്റിന്റെ നെറ്റിയിൽ ഒരു കണ്ണ്. അത് ഞാൻ ഈ അടുത്ത കാലത്താണ് ആ ഒരു ഇതിലേക്ക്, ആ ഒരു ദർശനത്തിലേക്ക് ഞാൻ വന്നത്. അത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ധ്യാനിക്കുകയും അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഏക്കണതാണ്. ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു പിക്ചർ എടുത്തിട്ട് അതുമേ ഒരു കണ്ണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി പ്രിന്റ് ഔട്ട് എടുത്തേക്കണാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു പിക്ചർ ഇല്ല. അതെന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാല്, ഈ അടുത്ത കാലത്ത് നമുക്ക് മനോജിനെ അറിയായിരിക്കും. അപ്പൊ ഈ മനോജിയായിട്ട് ആളുടെ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ കാണാനായിട്ട് ഇടവന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആളുമായിട്ട് ബന്ധപ്പെടുകയും ആള് ഇവിടെ 2-3 ദിവസം വന്ന് താമസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും ഞങ്ങൾ ആത്മീയ സംഭാഷണം നടത്തി. ഞങ്ങൾ കാട്ടിലൊക്കെ കയറിപ്പോയി ഈ നേച്ചർ മെഡിറ്റേഷൻ നടത്തി. അപ്പൊ അതിനെപ്പറ്റി കുറെ ആഴായിട്ട് അതിന്റെ പല ഘട്ടങ്ങളെ പറ്റി ആള് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് പണ്ടേ തൊട്ട് ഈ പ്രകൃതിയോട്, നേച്ചറിനോട് എനിക്ക് പ്രത്യേക ഒരു ആകർഷണം, കിളി, ഞാൻ പറഞ്ഞല്ലോ, മൃഗങ്ങളോടൊരു പ്രത്യേക എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞ ആള് ഇതിന്റെ വശങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണ് മെഡിറ്റേഷൻ, പ്രകൃതിയായിട്ടുള്ള ധ്യാനം, ഇതിനെപ്പറ്റി ആള് അങ്ങനെ പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് ആള് ഇവിടുന്ന് പോയി. അങ്ങനെ ആള് വന്നത് ഡിസംബർ മാസത്തിലാണ്, 2025 കഴിഞ്ഞ വർഷം ഡിസംബറിൽ. ഇപ്പൊ ജനുവരി ആയിപ്പോ ഞാൻ അതൊക്കെ പിന്നെ ഇങ്ങനെ എന്റെ മനസ്സിലുണ്ട്. ഞാനൊരു ജനുവരി 23-ാം തീയതി, കഴിഞ്ഞ ജനുവരി, ഇതിപ്പോ മാർച്ച് 13 മാർച്ച് 13, ജനുവരി 23-ാം തീയതി. അതിൽ ഡേറ്റ് ഇല്ല, ഇതിലില്ല. മുകളിലത്തെ പിക്ചറിൽ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ജനുവരി 23-ാം തീയതി ഞാൻ അമ്മോടും ഭാര്യയോടും പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാനൊരു മരത്തിന്റെ കുറച്ച് ഉള്ളിലേക്ക് പോയി. കാട്ടിൽ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ നടത്താം എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ മരത്തിന്റെ അടിയിൽ ചപ്പാണ്, മൊത്തം കരിയിലയാണ്. അപ്പൊ ആ കരിയിലയിൽ ഇരുന്നിട്ട് ഈ ധ്യാനത്തിന് വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് പലതരത്തിലുള്ള വിചാരങ്ങൾ വരിക. എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ നോക്കുന്നത് ഈ മരത്തിന്റെ മുകളിലേക്കാണ്. ഈ മരത്തിന്റെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാട്ടിലൊക്കെ ഈ മലമ്പാമ്പ് ഇര പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊമ്പുമ്മ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ധ്യാനം നിൽക്കാൻ നോക്കുമ്പോൾ എന്റെ മനസ്സിൽ മലമ്പാമ്പ് ഉണ്ടായി മുകളിൽ നിന്ന് ധ്യാനത്തിലിരിക്കണ നേരത്ത് മലമ്പാമ്പ് ഞാൻ മുകളിലേക്ക് നോക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കുമ്പോ ഈ കരിയിലേരെ ഇതിന്റെ ഇടയിൽ കൂടെ പാമ്പ് വന്നാലോ, പിന്നെ പഴുതാര വന്നാലോ, ഇങ്ങനെയുള്ള വിചാരം. കാരണം വാഗമണ്ണിൽ ഞാൻ പോയിട്ട് സിമിത്തേരിയിൽ മെഡിറ്റേഷൻ ഇരുന്നു. വാഗമണ്ണ് മലയുടെ മുകളില്. അപ്പൊ അവിടുത്തെ സന്യാസികളെ മറവ് ചെയ്തേക്കണ സെമിത്തേരി ഉണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സെമിത്തേരിയാണ്. വാഗമണ്ണ് ഫ്രാൻസിസ് ആചാര്യാണ് ആ ആശ്രമം തുടങ്ങിയത്. ആളൊക്കെ പണ്ട് മരിച്ചു പോയി. ആളുടെ ശിഷ്യന്മാര് മരിച്ച് അവിടെ 10-13 ആൾക്കാർ അങ്ങടെ ഉള്ളു. അപ്പൊ മരിച്ച് മറവ് ചെയ്തേക്കണ സെമിത്തേരി ഉണ്ട്. അപ്പൊ ഞാൻ മെഡിറ്റേഷന് അവിടെ ഗുഹയിൽ ഞാൻ ഇരുന്നുണ്ട്, നേച്ചർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെമിത്തേരിയിലൊന്നും ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മെഡിറ്റേഷന് പോയിട്ട് സെമിത്തേരിയിൽ ഇരുന്നു. അന്ന് നല്ല മെഡിറ്റേഷൻ നല്ല മൂഡായി വന്നപ്പോ പിരിന്നൊരു ശബ്ദം. നോക്കുമ്പോ ഒരു 8 അടി നീളം ഉണ്ടാവും, ഒരു 6 അടി 8 അടി നീളമുള്ള ഒരു മൂർഖം പാമ്പ്. ഇത് ഇങ്ങനെ അടുത്തു കൂടെ, അപ്പൊ ഈ തൊട്ടടുത്തു കൂടെയാണ് ഈ ഇല എക്കടെ ഇങ്ങനെ വരണത്. അപ്പോ ഇതിന്റെ പത്യമ്മ ഈ ഷേപ്പില്ലേ, ഈ മൂർഖം പാമ്പിന്റെ ഇതിന്റെ തലമ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഭയം തോന്നി. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ പത്തി വിരിക്കും, പിന്നെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഞാൻ എനങ്ങാണ്ട് അവിടെ ഇരുന്നപ്പോ ഈ പാമ്പ വന്ന പോലെ ഇങ്ങനെ ആ കുഴി, ഞാൻ ആ കല്ലറ പോലത്തെ തന്നെയാണ് ഇരിക്കണേ. അപ്പൊ അത് കുറെ അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് ഈ മെഡിറ്റേഷൻ ഇരിക്കുമ്പോ ഈ പാമ്പ് പറയുന്നത് എനിക്ക് ഒരു അനുഭവം ഉള്ളതാണ്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക്, ഞാനിപ്പോ ഈ വനത്തിലാണ് ഇരിക്കണേ, ഈ പാമ്പ് വരുമോ, ഈ മോളിൽ നിന്ന് വീഴും, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കണേ. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശാന്തമായിട്ട് നിൽക്കണം. ആ വനത്തിൽ ഭയങ്കര കാറ്റ്.
അപ്പോ ഞാൻ പറഞ്ഞു ദൈവമേ, ഇങ്ങനെ കാറ്റും പാമ്പും പഴുതാരിയൊക്കെ ആയിട്ട് ഞാൻ ഇതാണ് വിചാരം. അപ്പൊ ഈ ശരി പറയുകയാണെങ്കിൽ ഞാൻ പ്രകൃതി മെഡിറ്റേഷന് പോയതാണ്, നേച്ചർ മെഡിറ്റേഷന് പോയത്. പക്ഷെ ഈ നേച്ചറൊക്കെ ഇതാണ്. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു 5-6 മാസം മുമ്പ് ഒരു ഹിന്ദു ഒരു സന്യാസീനെ, ഒരു പ്രാർത്ഥനാ ചൈതന്യക്കുള്ള ഒരാളിനെ കാണാനായിട്ട് ഇടവന്നായിരുന്നു. അപ്പൊ ആളിങ്ങനെ പറഞ്ഞു, എന്നോട് ചോദിച്ചു ഫാദർ ആണോന്ന് ചോദിക്കുകയും ഞങ്ങൾ പിന്നെ ഒരു ആത്മീയ സംഭാഷണം നടത്തി. അതിൽ നിന്ന് ആള് പറഞ്ഞു, അച്ഛൻ ഇനി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു മന്ത്രം ഒന്ന് മെഡിറ്റേഷനൊക്കെ ഇരിക്കുന്ന നേരത്ത് ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം, ഇതൊന്ന് ചൊല്ലിയിട്ടൊന്ന് മെഡിറ്റേഷൻ നടത്തി വെക്കുമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ഓം നമ ശിവായ. ഇത് ആണ് അത്. അപ്പൊ പിന്നീട് ഞാനിങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ഇരിക്കുന്ന നേരത്ത് എനിക്കിത് പറയാൻ വരുമ്പോൾ അങ്ങോട്ട് ക്ലിക്ക് ആവണില്ല. കാരണം നമുക്കൊരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഉള്ളതാണ്. അത് കാരണം കൊണ്ട് ഞാൻ അത് നോക്കുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഒരു 20 മിനിറ്റോളം ഞാൻ ഇരുന്നുണ്ടാവും കാട്ടില്. എൻ്റെ മനസ്സ് ശാന്തമായിട്ട് കിട്ടില്ല എനിക്ക്. ഞാൻ ഈശോനെ പറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അതുവരെ ചെയ്യാറുള്ള മെഡിറ്റേഷൻ്റെതോടൊക്കെ ഞാൻ ഒരു സ്റ്റെപ്പുകളൊക്കെ ചെയ്തു നോക്കി. പക്ഷെ എൻ്റെ മനസ്സ് ശാന്താവണില്ല. എന്താ വെച്ചാൽ ഈ പഴുതാര, പാമ്പ്, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് ചെയ്ത് ഒന്ന് ഉള്ളിൽ പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓം നമ ശിവായ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ, പുറത്തേക്കല്ല, അത് ഞാനിങ്ങനെ പറഞ്ഞു നോക്കി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ മനസ്സ് ശാന്തായി. എനിക്ക് ഈ പട്ടിയും പാമ്പും, അപ്പൊ ഇവിടുന്ന് പട്ടിവരൊക്കെ ഉണ്ട്. ഞാൻ കയറി പോയതിന്റെ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഈ പട്ടിയുടെ കുരയും ഈ പാമ്പ്, ഈ കാറ്റ്, ഇതൊക്കെ സമാധാനമായി. മനസ്സ് ശാന്തായി. പിന്നെ ഞാൻ നോക്കുമ്പോ പിന്നെ എനിക്ക് വളരെ ഡീപ്പായിട്ടാണ് പോണത്. പിന്നെ ശരീരം ഇങ്ങനെ പോണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ പോയി, നമ്മൾ പറയില്ലേ ഇങ്ങനെ തെങ്ങി പോവാന്ന് പറയില്ലേ, അതുപോലെ പോയി. അപ്പൊ ഞാൻ വീണ്ടും നേരെ ഇരുന്നു. വീണ്ടും ഇത് ശരീരം എനിക്ക് അതൊരു കൺട്രോളിലില്ല. അപ്പൊ എന്തായാലും വേണ്ടില്ല. പിന്നെ എനിക്ക് ആ ഭയം ഒന്നുമില്ല. ഈ പാമ്പഴിഞ്ഞ് വരും ഇതൊന്നുമില്ല. അപ്പൊ ഞാൻ ചെയ്ത് എന്തായാലും ഇതിപ്പോ 2 പ്രാവശ്യമായി ശരീരത്തിന് ഇത് പോണു. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് മറിഞ്ഞു. ഈ കരിയിലേക്ക് അങ്ങോട്ട് മലർന്നങ്ങ് കിടന്നു. ബാലുജി ആ കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ കാണുന്നത് നമ്മൾ ഈ ഡൈനിങ് ടേബിളിന്റെ അത്ര വലുപ്പമുള്ള ഒരു കണ്ണ്, അത്ര വലിപ്പമുള്ള ഒരു കണ്ണ്, മജണ്ടയും മറ്റേ ഇത് പർപ്പിള് കളറ്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു വലിയൊരു കണ്ണ്. അതിൽ ദുഃഖമില്ല, സന്തോഷമില്ല, ഒന്നും ഒരു പ്രത്യേക ഒരു വികാരമില്ലാത്തൊരു കണ്ണ് എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ഒരു ധ്യാനനിദ്രയിലേക്ക് പോയി. എന്നാ അത് ഉറക്കല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം കാട്ടില് നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ കണ്ണ് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ നമ്മള് വെള്ളത്തുള്ളികൾ, നീല നിറത്തിലുള്ള വെള്ളത്തുള്ളികൾ, അത് വീണില്ല. നമ്മൾ മഴ പെയ്യുമ്പോൾ കാണുന്ന വെള്ളത്തുള്ളി അല്ല. നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്നത് ഇങ്ങനെ കുടം പോലെ നിൽക്കില്ലേ, വെള്ളത്തുള്ളി ഇങ്ങനെ നിൽക്കണ അതേപോലെ മഴത്തുള്ളികൾ ഈ അന്തരീക്ഷത്തില് ഇങ്ങനെ കുറെ വെള്ളത്തുള്ളികൾ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ കണ്ണിങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മനോജീനെ ആദ്യം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. കാരണം ഇവിടേക്ക് ഇങ്ങനെ നരച്ചിരിക്കണം മുടിയില്. ഈ മോള് ഭാഗത്ത് ആൾക്ക് നല്ല കറുത്ത പൊടിയാണ്. പിന്നെ ആള് ചിരിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ട് ഞാന് കണ്ണ് തുറക്കുമ്പോ സമയം 1:15. ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയത് 10:15 കാലത്ത്. അപ്പൊ എന്റെ വിചാരം കണ്ണ് തുറന്നപ്പോ എന്റെ വിചാരം അരമണിക്കൂർ അങ്ങനെ ആയിണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നോക്കുമ്പോ ഇതാണ് 1:15 സമയം. അപ്പൊ ഞാനപ്പോ അവിടുന്ന് കാട്ടിൽ നിന്ന് എണീറ്റ് പോകുന്നു. അതെന്റെ ജീവിതത്തില് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോ ഞാൻ നോക്കുമ്പോ പിന്നെ എനിക്ക് അവിടുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം. എനിക്കുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ ഈ നോൺ വെജ് കട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ പുരോഹിതനെ ആയിരുന്നു. അപ്പൊ പല സ്ഥലത്തും എനിക്ക് ഈ നോൺ വെജ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ഒരു
പ്രതിജ്ഞ പോലെ എടുത്തിട്ട് ഒരു വ്രതം പോലെ ആയിട്ട് 2-3 മാസം ഞാൻ ഈ കോഴിയും ആടും മറ്റേ ഈ ഇതൊക്കെ ഒഴിവാക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്ന് അത് നമ്മൾ വീണ്ടും അത് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ അത് കഴിക്കും, പിന്നെ അങ്ങനെ വർഷങ്ങളോളം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ നിലനിൽക്കുന്നില്ല. ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഞാൻ നോൺ വെജ് ഒക്കെ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റും. പക്ഷെ വീണ്ടും കാരണം കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടില് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ നോൺ വെജ് ഒക്കെ കഴിച്ചുള്ളവര്. പക്ഷെ ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ഒരു 3 ദിവസം തുടർച്ചയായിട്ട് എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായി. ഞാൻ ഈ മൃഗങ്ങളെ ഒന്ന് തിന്നണത് ഒഴിവാക്കണം. അവരിലും ദൈവ ചൈതന്യം തന്നെയാണ്. നമ്മുടെ ഒരു സന്തോഷത്തിന്, നമ്മുടെ നാവിന്റെ സ്വാദിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള, ഒരു ദിവസം തോന്നി, 2 ദിവസം, അങ്ങനെ ഭയങ്കരമായിട്ട് തുടർച്ചയായിട്ട് തോന്നി. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും പറഞ്ഞു, ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കിത്. അങ്ങനെ ഞാൻ നോൺ വെജ് ഒഴിവാക്കി. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ഒരു നോൺ വെജിന്റെ മണം കേൾക്കാല്ലേ ഒരു ഹോട്ടലിൽ, ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നില്ലേ? ഇത് ഏതോ കാലങ്ങളായിട്ട് ഞാൻ നോൺ വെജ് ഒഴിവാക്കി ജീവിക്കുന്ന ആളുടെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നോൺ വെജ് ഒഴിവാക്കി പോയി ആ ഒരു സംഭവത്തിന് ശേഷം. പിന്നെ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ടായത്, എൻ്റെ മൂക്കില് ഇങ്ങനെ നമ്മൾ ഈ പുല്ല് വെട്ടുമ്പോ ഒരു ബാലോജി നോക്കിയിട്ട് ഒരു സ്മെല്ല് ഉണ്ടാവും, പുല്ല് വിഷം വെച്ച് പുല്ല് വെട്ടുമ്പോ. അതേപോലത്തെ ഒരു മണം ഒരു മാസമൊക്കെ, ഏകദേശം 1 മാസത്തോളം എൻ്റെ മൂക്കിൽ എപ്പോഴും ഒരു മണം, ഒരു പ്രകൃതിയിലെ ഒരു മണം, പ്രത്യേക ഒരു മണം. അത് നമ്മൾ എന്തോരം ചന്ദനത്തിരി കത്തിച്ചാലും സ്പ്രേ അടിച്ചാലും ഈ മണമാണ് ഈ മൂക്കിൽ നിൽക്കുന്നത്. അതൊരു മാസത്തോളം അങ്ങനെ നിന്നു. പിന്നെ ഈ നെറ്റീരെ ഇവിടെ ഇങ്ങനെ കിക്കിളിയാക്കില്ലേ നമ്മൾ, ടിക്കിളിങ്, അതേപോലെ ഈ നെറ്റീരെ ഇവിടെ ഇങ്ങനെ പ്രത്യേക ഒരു, നമ്മൾ ഉറുമ്പായിരിക്കില്ലേ, അതേപോലെ ഒരു ടിക്ലിങ് പോലെ ഇങ്ങനെ നിന്നു. പിന്നെ എനിക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മെഡിറ്റേഷൻ എപ്പോഴും വല്ലാത്തൊരു ഒരു പ്രേരണ. നമുക്ക് മെഡിറ്റേഷന്, എനിക്ക് മെഡിറ്റേഷനിൽ ഇരിക്കണം, എനിക്ക് ആ കണ്ണ് കാണണം, എനിക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവണം, എനിക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു മെഡിറ്റേഷന് ഇരിക്കുക. പിന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വല്ലാത്തൊരു ആവേശം ആ ഒരു അനുഭവത്തിന് ശേഷം. അപ്പൊ ശരിക്കും നമ്മൾ ഉറക്കം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾക്ക് ഉറക്കം വരും. പക്ഷെ ഇതിനങ്ങനെ ഇല്ല. നമ്മൾ ഏതെങ്കിലും ഇതായിട്ട് ചില നേരത്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ ഒരു നൈറ്റില് അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ എനിക്ക് മുകളിൽ അവിടെ ഒരു കസാര ഇട്ടിട്ടുണ്ടാകുക, ആ സൈഡിലേക്ക് പോയാ. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് മെഡിറ്റേഷൻ. അപ്പൊ ആ സമയത്തായാലും ഇപ്പൊ 3 മണിക്കാവും എനിക്ക് പോകാൻ തോന്നണേ, ഞാൻ 3 മണിക്ക് പോകും, വെളുപ്പിന് പോകും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉറക്കം തോന്നലില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഞാനൊരു കുറച്ച് ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡേ ടൈമിൽ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നും. അതില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഈ ജനുവരി 2006 23-ാം തീയതി ഉണ്ടായത്. അതിനുശേഷം ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇതെന്താണ് ഇതിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഞാൻ അവിടെ കണ്ട കണ്ണ്, ഞാൻ ആ ദർശനത്തിൽ കണ്ട കണ്ണ്, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കണ്ണുകൾ ഈ ആത്മീയമായിട്ടുള്ള ഇതിലേക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ആജ്ഞാചക്ര എന്നുള്ള ഇതിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതില് ആജ്ഞാചക്രയില് ഈ കണ്ണ്, അപ്പൊ അതില് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ത്രികോണം പോലെ ഒരു ഷേപ്പ് കണ്ടു. ഈ കണ്ണ് ഞാൻ കണ്ടു, ഒരു ത്രികോണം പോലെ ഒരു ഷേപ്പ്. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ഈ ത്രികോണം, അപ്പൊ ഞാൻ മനോജിയോട് ചോദിച്ചു, ഇതെന്താണ് ഈ ത്രികോണം. അപ്പോൾ മനോജി എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം മെഡിറ്റേഷൻ പോകുമ്പോൾ വേറൊരു ഇത് ചെയ്തു നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ഡയറക്ഷൻ തന്നു. അപ്പോൾ ആള് പറഞ്ഞു, ഇങ്ങനെ ഈ ത്രികോണ ഷേപ്പിൽ 3 ഇങ്ങനെ വടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക. അപ്പൊ ഒരു നല്ലൊരു എനർജി, ഒരു എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യണത് പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ ഈ 3 ത്രികോണം കണ്ടതിന്റെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷനിലേക്ക് വന്നത്, ചിലപ്പോൾ അത് നമ്മുടെ മൈൻഡും ബോഡിയും സ്പിരിറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കണം ഈ 3 ഒരു ത്രികോണം പോലെ നമ്മൾ കണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഗുരുപ്രസാദിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഗുരുപ്രസാദ് പറഞ്ഞു, ഇതിന്റെ അടുത്ത പടിയില് മഹാമേരു. അപ്പൊ അത് ടീമൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ, മഹാമേരു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് മഹാമേരു? അപ്പൊ ഇത് കാണുന്നതിന്റെ ഇടയില് ഈ കണ്ണ് കാണുന്നതിന്റെ, അതിപ്പോ കണ്ണ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കണ്ണ് പോകുമ്പോൾ 2 താമരയുടെ ഈ ഇല പോലെ 2 ഇല, ഈ 2 സൈഡില് 2 ഇല,
അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഞാനിത് ഷെയർ ചെയ്തപ്പോ ഗുരുപ്രസാദ് പറഞ്ഞു, ഇത് മഹാമേരു വരെ ഈ ആത്മീയ അനുഭവങ്ങളിൽ സന്യാസിമാർക്ക് ഋഷിമാർക്ക് ഈ മഹാമേരുവിന്റെ ഒരു അനുഭവം ഉള്ളതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോ അതിന്റെ ഞാൻ ചിത്രം ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ഗുരുപ്രസാദ് എനിക്ക് ചിത്രം അയച്ചു തന്നപ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ ഞാൻ ആ കണ്ട 2 ഇതൾ ഞാൻ കണ്ടായിരുന്നു. അത് പിന്നെ മറന്നുപോയി. ഈ ത്രികോണം കാണുക, പിന്നെ 2 ഇതൾ. അപ്പൊ ഞാൻ ഗുരുപ്രസാദിനോട് പറഞ്ഞു, ഇതിലെ 2 ഇതൾ ഞാൻ കണ്ടു. അപ്പൊ ഈ മഹാമേരു അപ്പൊ ബാക്കിയുള്ളതൊക്കെ എനിക്ക് എടുക്കണല്ലോ, ഇനി ബാക്കിയുള്ളതൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനും നോക്കുമ്പോ അതൊരു രൂപമാണ്, മഹാമേരു ഒരു രൂപം. അപ്പൊ അത് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ആഴങ്ങളിലേക്ക് പോകുമ്പോഴായിരിക്കും ദൈവം നമുക്കതൊക്കെ കാട്ടിത്തരിക. അപ്പോ ഇത് ഞാൻ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഒരു ആജ്ഞാചക്രയുടെ ഒരു ഓപ്പണാണ്. ഈ അനുഭവം നമ്മളിൽ ഉണ്ടാവണത് ആജ്ഞാചക്ര ഒരു ഓപ്പൺ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ 24 വയസ്സായപ്പോ എനിക്കുണ്ടായി, ഞാൻ പറഞ്ഞില്ല നട്ടല് കുറച്ചൊന്ന്. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ അതെന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഇതിലേക്ക് നമ്മൾ ഒരു പരിശോധന നടത്തുക വെച്ചാൽ നമുക്ക് അന്ന് പിടികിട്ടും. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചക്രയില് നടക്കുന്ന ചില ആത്മീയ അനുഭവങ്ങളാണ് എന്നുള്ളത് നമുക്ക് അന്ന് പിടികിട്ടാം. പക്ഷെ നമ്മൾ ഈ ക്രിസ്ത്യമായിട്ടുള്ള ഈ ഇതിലേക്ക് നമ്മൾ പോയ കാരണം കൊണ്ട് ഇതാണ് സംഭവിച്ചത്, ഇത് നമുക്ക് സംഭവിക്കുന്ന ആത്മീയാനുഭവം അതാണ്. ഇത് ശരിക്കും നമ്മുടെ തലച്ചോറിലുള്ള പീനിയൽ ഗ്ലാൻഡിൽ നിന്നുള്ള സ്രവം നമ്മളുടെ നട്ടലിൽ കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈബ്രേഷനും നമ്മുടെ നട്ടലിലുള്ള ആ ഷോക്ക് എക്സ്പീരിയൻസും പിന്നെ ഈ ഇതൊക്കെ ഉണ്ടാവണത് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവണേ. നമ്മൾ ആ ഇതിൽ തപ്പിയിട്ടില്ല, ആ രീതിയിൽ നമ്മൾ പഠനം നടത്തിയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിൽ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിന്റെ ആക്ടിവേഷൻ, ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ആക്ടിവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കണ്ണ് കാണുന്നത്. നമ്മളില് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ആക്ടിവേഷൻ കലാകാരന്മാർക്ക്, ഈ പാട്ടുകാരന്മാർക്കും ആർട്ടിസ്റ്റുമാരില്ലേ കലാകാരന്മാർക്കും ഇത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആത്മീയാനുഭവങ്ങൾക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഈ എളുപ്പമാണ്. അതിനധികം പ്രയത്നങ്ങളുടെ ആവശ്യമില്ല. അതിപ്പോ നോക്കിയോ, യേശുദാസിനോട് ബാലുജി ഒന്ന് ക്ലോസ് ആയിട്ട് പോയി നോക്ക്, അപ്പൊ അറിയാം യേശുദാസ് ആരാണ്. അതുപോലെ ക്ലോസ് ആയിട്ട് മോഹൻലാലിന്റെ അടുത്ത് പോയി നോക്ക്, അപ്പൊ അറിയാം മോഹൻലാല് വെറും സിനിമാ നടനല്ല, യേശുദാസ് വെറും പാട്ടുകാരനല്ല എന്നുള്ളത് അടുത്ത് നമ്മൾ പോയിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ ബാലുജി എന്നോട് ചോദിച്ചറിയില്ലേ, ഇതേപോലെ തന്നെ ചോദിച്ചറിയുമ്പോഴാണ് ഇവരുടെ വളരെ ആഴമായിട്ടുള്ള ആത്മീയാനുഭവങ്ങള് ദൈവികമായിട്ടുള്ള ദർശനങ്ങള് അനുഭവങ്ങൾ അവർക്ക് പറയാണ്ടാവും. കാരണം അവര് വെറുതെ പാട്ട് പാടാൻ പറ്റില്ലായിരിക്കും, അതുപോലെ വെറുതെ ചിത്രം വരയ്ക്കാനും, അതുപോലെ കലാസാഹിത്യം ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള മേഖലയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്, അവർക്കൊരു മനസ്സ് അങ്ങനെ, അവരുടെ ആ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ആക്ടിവേഷനാണ് ഈ നടക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ ഈ ഒരു അനുഭവമാണ് എനിക്ക് ഈ ആജ്ഞാചക്രയുടെ ആക്ടിവേഷനാണ് എന്നിൽ നടന്നേ എന്നുള്ളതാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിന്റെ പലതും ഇത് നടക്കണ്ടാവും, നമ്മളറിയില്ല. നമുക്ക് ഓരോരുത്തർ ഈ പാവപ്പെട്ടവരോട് നമുക്ക് കൺസേൺ തോന്നണതൊക്കെ നമ്മുടെ ഈ ചക്രകൾ ആക്ടിവേഷൻ ആവുമ്പോഴാണ് നമുക്ക് ഈ പാവപ്പെട്ടവർക്ക് വീട് പണിതെന്നൊക്കെ ഞാൻ പറയുന്നില്ലേ. അപ്പൊ ഇത് ഓരോ ഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഈ ആത്മീയാനുഭവങ്ങളെ. പക്ഷെ നമ്മളത് ഒബ്സർവ് ചെയ്ത് പഠിക്കാം. അതിനാണ് ഞാൻ പറയണത്, നമ്മൾ മാറിയിരിക്കണം. നമ്മൾ കാട്ടിലിരിക്കോ, നമുക്ക് തന്നെ സ്വന്തമായിട്ട് സമയവും നിശബ്ദതയും ഏകാഗ്രതയും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തന്നെ ഈ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആത്മബോധം പറയും നമ്മളോട് ഇതെന്താണ് സംഭവിക്കണേന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ കുർബാന ചൊല്ലി ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും. നമുക്ക് അറിയില്ല നമ്മളിൽ നടക്കുന്ന ആത്മീയ വളർച്ച എന്താണ്, ഏത് ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇനി അടുത്ത ഇതിപ്പോ ആജ്ഞാചക്ര വരെ എത്തിയല്ലോ. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക്, ആത്മീയാനുഭവത്തിന്റെ ഘട്ടത്തിലേക്കാണ് സഹസ്രാര. ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ഒരു ഘട്ടം കൂടിയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരു ആത്മീയാനുഭവത്തിലേക്ക് ഞാൻ എത്തുള്ളൂ. അതെനിക്കില്ല, ഇപ്പൊ എനിക്കില്ല. അതിലേക്ക് ഞാൻ എത്തിയാൽ പിന്നെ ഈ 53 വയസ്സായി, ഇനി ഞാനൊരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഇതൊന്നുമില്ല. ദൈവം അപ്പോ അതുവരെ ഇതാണ് എന്ന് കാണിച്ചു തന്നു. നിനക്ക് മനുഷ്യൻ ആരാണ്, ദൈവം ആരാണ്, ഞാൻ പ്രപഞ്ചശക്തിയാണ്. അപ്പൊ ഓം നമ ശിവായ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുട്ടാ, നമ്മൾ കട്ട മസിലും വെച്ചിട്ട് ചിത്രം വരച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പടങ്ങളിൽ കാണുന്ന ശിവനാണോ?
ഈ പടങ്ങളിലും ഈ സിക്സ് പാക്കും വെച്ചിരിക്കുന്ന ശിവനല്ല. ശിവൻ എന്ന് പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങളാണ്. പരമശിവൻ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ. അപ്പൊ കണ്ണടച്ചിരുന്നിട്ട് ഈ തുള്ളികൾ എന്താണ് നിൽക്കുന്നത്? അതാണ് ഈ പ്രകൃതിയിലെ ജലം, പാർവതി, ഈ എനർജി. ഈ പ്രകൃതിയിൽ നിൽക്കണ ഈ എനർജിയാണ് ഈ തുള്ളി തുള്ളിയായിട്ട് നിൽക്കണത്. ഇതെന്താ നിലത്തേക്ക് വീഴാത്തത്? മനസ്സിലായ? അപ്പൊ നീല നീല തുള്ളി. അപ്പൊ ഈ ഓം നമ ശിവായ എന്ന് പറഞ്ഞ ഈ വെറുതെ ഓരോരുത്തരും ഓം നമ ശിവായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോപ്പി അടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ പറയുമ്പോൾ ഇത് നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ കണക്ട് ആവും. ഈ കണക്ട് ആവുമ്പോഴാണ് നമ്മൾ ആ എക്സ്ട്രീം കോൺഷ്യൻസിലേക്ക് പോയിട്ട് നമ്മൾ ഈ കണ്ണ് കാണുക, നീല, മജണ്ട, വെള്ളത്തുള്ളി ഇതൊക്കെ കാണുന്നത്. അപ്പോ പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ഞാൻ വേഷം കെട്ടലിക്ക് എന്നെ വീണ്ടും വിടരുത്. ദൈവമേ, എന്നെ വേഷം കെട്ടലിക്ക് വീണ്ടും വിടരുത്. വളരെ സിമ്പിളായിട്ട് നിന്നിട്ട് ഇതൊക്കെ അനുഭവിച്ച് ദൈവം കാണിച്ചു തരുന്ന മേഖലയൊക്കെ ഇങ്ങനെ പോവുക. ഞാൻ ഗുരുപ്രസാദയോട് ഇടയ്ക്ക് വർത്താനം പറയാറുണ്ട്. വളരെ ഞങ്ങൾ തമാശ പറഞ്ഞിരിക്കും, വളരെ ഓപ്പണായിട്ട് തമാശയും പറഞ്ഞ്. അപ്പൊ നമുക്ക് എന്തിട്ടാ, നമ്മൾ വലിയ വലിയ ആൾക്കാരായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഒന്നിനും നേരം കിട്ടില്ല. ടോയ്ലറ്റിൽ പോകാൻ വരെ നേരം കിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഒരാൾ നമുക്ക് ഇതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ഇരിക്കാം. പിന്നെ ആരെങ്കിലും ആരാണ് ദൈവം, എങ്ങനെയാണ് നമ്മൾക്ക് അത് നടക്കുക, ആത്മീയാനുഭവം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും തീവ്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോ ഞാന് ബാലുജി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. മതത്തിന്റെ ഉള്ളിലുള്ള ദൈവം, പുറത്തുള്ള ദൈവം ഇതാണ്. മതത്തിന്റെ ഉള്ളിലുള്ള നമുക്ക് പറ്റില്ല. മതത്തിന്റെ ഉള്ളില് ശിവനെ വെച്ചൊക്കെയാണ്, എന്ത്, സിക്സ് പാക്ക് ആയിട്ട്. അപ്പൊ ഈ സർപ്പം ചീറ്റി. അപ്പൊ ആൾക്കാരുടെ വിചാരം ഇത് ഇന്നാളൊരു സന്യാസിനെ അട്ടി കിട്ടി, ഒരു സന്യാസിക്ക്, മറ്റുള്ളൊരു പുതുക്കി. അപ്പൊ ഈ സന്യാസി ഒരു ചേരപ്പാമ്പിനെ ഇട്ടൊക്കെയാണ്. അപ്പൊ ആള് നോക്കണത് ഈ ബാഹ്യമായിട്ടുള്ള ശിവന്റെ, പരമശിവന്റെ ബാഹ്യമായിട്ടുള്ള ഈ പിക്ചർ പോലെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ജന്തു ലോകമാണ് കാണിക്കുന്നത് ഈ ഭയം. പരമശിവനും ഭയത്തിനെ മറികടക്കണതാണ് ഈ സർപ്പം. അപ്പൊ അതുകൊണ്ടാണ് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈ പാമ്പ് വരുന്നത്. ഞാൻ ആ വാഗമണ്ണ് മലയുടെ മുകളിൽ ഇന്നപ്പോ കരിമൂർക്കം വന്നതിന്റെ കാര്യം എന്താ അന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇന്ന് എനിക്ക് അറിയാം പരമശിവന്റെ കഴുത്തിൽ എന്താണ് പാമ്പ്. ഈ പാമ്പ് ഈ ലോക ജീവിതത്തിന്റെ ഭയങ്ങളേനെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അച്ഛൻ വട്ടം കൊഴിച്ചു, ഇനി എന്ത്, അത് ഇത്, ഇങ്ങനെ ഈ ലോക ജീവിതത്തിന്റെ ഭയങ്ങളേനെ മറികടക്കണം. അതാണ് ഈ പാമ്പ്. പക്ഷെ സാധാരണ മതത്തിന്റെ ഉള്ളിൽ നിൽക്കണവർക്ക് ഇത് എന്തിട്ടാ, പരമശിവന്റെ പച്ചിറ കാണുമ്പോ ഈ തല കെട്ടി വെച്ചുക, ആവുമ്പോ ചന്ദ്രൻ. അപ്പൊ അവർക്ക് യാതൊരു ഇതിലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമ്മൾ ആ മന്ത്രം ഇതാക്കി നമ്മളത് മെഡിറ്റേഷനിൽ ഇതാവണ നേരത്തും നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് ശാന്തമാവണം. എന്തുകൊണ്ടാണ്? ആ പ്രകൃതിയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. ആ പ്രപഞ്ചം, ആ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടേക്കുന്നത് എന്തിലുമാണ്? പഞ്ചഭൂതങ്ങളിലാണ്. ആ ജലവും ആ വായുവും ആ തീയും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് കണക്ട് ആകുമ്പോ ഉണ്ടല്ല, കണ്ണും കാണും, അതിന്റെ അപ്പുറം കാണും. ഗുരുപ്രസാദ് പറഞ്ഞ പോലെ മഹാമേരും വരും. അതാ സമയമാകുമ്പോ മഹാമേരും കാണും. അതാണ് മതത്തിന്റെ പുറത്തുള്ള ദൈവം. മതത്തിന്റെ ഉള്ളിലുള്ളത് പറഞ്ഞല്ലോ.